ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. നമുക്കിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു തനി നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ, കയ്പ്പയ്ക്കപ്പൊട്ടിൽ. അപ്പോൾ വരൂ, എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇന്നലെ ഒരു കത്തി ഓൺലൈനിൽ വരുത്തിയിരുന്നു കേട്ടോ. ഇത് വേ ഹോംസിൻ്റെ സൈറ്റിൽ നിന്നാണ്. നല്ല കത്തിയാണ്. കത്തിയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്തോളൂ. പ്രൊമോഷനൊന്നും അല്ലേ, ഞാനിത് പൈസ കൊടുത്ത് മേടിച്ചാണ്. അപ്പോൾ ആ കയ്പ്പയ്ക്കയുടെ തലയും വാലും കുരുവൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ ഇങ്ങനെ അരിയുണ്ട് കേട്ടോ. നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ അരിഞ്ഞോളൂ. ഞങ്ങൾക്ക് ഇവിടെ ഈ ഡാർക്ക് ഗ്രീൻ കളറുള്ള ഈ കയ്പ്പയ്ക്ക മാത്രമേ കിട്ടുള്ളൂ. നാട്ടിലൊരു വെള്ള നിറമുള്ള കയ്പ്പയ്ക്ക കിട്ടില്ലേ, അതെടുത്തോളൂ കേട്ടോ. അതിന് കയ്പ്പ് കുറവില്ല. ഇതിന് അത്യാവശ്യം കയ്പ്പൊക്കെ ഉണ്ട്. ഞാനപ്പോൾ മുറിച്ചിട്ട് ഇതിന് 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കും. അപ്പോൾ കയ്പ്പൊന്ന് കുറഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് ഈ കറിക്ക് പുളി വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുളിയും പിഴിഞ്ഞത് ഒഴിക്കാം കേട്ടോ. പുളി ഒഴിച്ചിട്ട് തിളപ്പിക്കുമ്പോൾ കയ്പ്പ് നല്ലോണം കുറയും കയ്പ്പയ്ക്കയുടെ. അപ്പോൾ ഈ പുളി മാത്രം ഒഴിച്ചാൽ ഇത്ര പോരാ നമുക്ക് വേവാൻ. അപ്പോൾ കുറച്ചുകൂടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ കയ്പ്പയ്ക്ക വേവണ സമയം മതി നമുക്ക് ഈ കറി റെഡിയാവാൻ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് ഈ കറി പറഞ്ഞു തന്നത്. ഞാൻ 1-2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീട്ടിലും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് നമ്മുടെ വീഡിയോയിലും കാണിക്കാമെന്ന്. ഈ പേരും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളിത് കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതുപോലെയാണോ നിങ്ങൾ ഈ പേര് പറയുകയെന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം, പച്ചമുളക് 1 കുറച്ച് ജീരകം. തേങ്ങ ചേരുവാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇതുപോലെ പൂളാക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ. നമുക്കിനി ഇത് അരച്ചെടുത്തിട്ട് വരണം. നമ്മളുടെ കയ്പ്പയ്ക്ക വെന്ത് തുടങ്ങണേ ഉള്ളൂ, തിള വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് വേവട്ടെ. അപ്പോഴേക്കും നമുക്കിത് അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തൈരിയൊന്നുമില്ല, അത് അരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ കയ്പ്പയ്ക്ക അത് നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് അത് അരച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ കട്ട പിടിച്ചിരിക്കും തേങ്ങ അരച്ച്. നന്നായി ഇളക്കി നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആയി നമ്മളുടെ കൂട്ടാൻ. ഈ കറിക്ക് നമുക്ക് ആകെ ഈ കയ്പ്പയ്ക്ക വേവണ സമയം മാത്രമേ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ആവശ്യമുള്ളൂ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഈ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയ്പ്പയ്ക്ക ആയ കാരണം ഉപ്പ് ഇത്തിരി കുറച്ച് കൂടുതൽ ചേർത്തിക്കോളൂ. ഇനി നമുക്കതിലേക്ക് വറുത്തിടാം. ഉലുവ വറുത്തിടണ്ട. ഓൾറെഡി നമ്മുടെ കയ്പ്പയ്ക്ക് ആവശ്യമുള്ള കയ്പ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഉലുവ ചേർത്തിട്ട കടുകും മുളകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം. 1 സ്പൂൺ വെളിച്ചെണ്ണ മതി. നമുക്കിതിലേക്ക് വറുത്ത് കൊട്ടാം കേട്ടോ. ഞാൻ വറുത്തിട്ടത് അതിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക പൊട്ടിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ്.